മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ സൃഷ്ടിച്ച ഓളം ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ഒരു സിനിമ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിന് തെളിവാണ് കൊടൈക്കനാലിലെ ഗുണ കേവ്. ഇവിടെ ഇപ്പോൾ നല്ല തിരക്കാണ്. 1991 ഗുണ എന്ന സിനിമ റിലീസാവുന്നത്. അതുവരെയും അധികം സഞ്ചാരികളൊന്നും എത്താതിരുന്ന സ്ഥലമായിരുന്നു കൊടൈക്കനാലിലെ ഡെവിൾസ് കിച്ചൺ. ഗുണ എന്ന സിനിമയിലെ ചില ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചതോടെയാണ് ഈ ഭാഗം ഗുണ കേവ് എന്ന പേരിൽ പ്രസിദ്ധമാകുന്നത്. നിത്യഹരിത വനങ്ങൾക്കിടയിൽ 400 അടിയോളം ഉയരത്തിൽ കുത്തനെ തൂണുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന 3 കൂറ്റൻ പാറകൾ. ഈ പാറകൾക്കിടയിലെ വിടവാണ് ഡെവിൾസ് കിച്ചൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 13 പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടുള്ള ഈ ഗുഹയ്ക്കുള്ളിൽ വീണതിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുള്ളത്. ആ സംഭവത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചലച്ചിത്രം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചലച്ചിത്രം സൂപ്പർ ഹിറ്റ് ആയതോടെ കൊടൈക്കനാലിലെ ഗുണ കേവിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഇവിടെ ചരിത്രം ആവർത്തിക്കുകയായിരുന്നു. 1821 BS വാർഡ് എന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനാണ് അതിപുരാതനമായ ഈ ഗുഹ കണ്ടെത്തിയത്. ഗുണ കേവ് സഞ്ചാരികൾക്ക് മുൻപിൽ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു. ഗുണ കേവ് കാണുന്നതിന് മുമ്പ് തന്നെ പില്ലർ റോക്കാണ് കാണേണ്ടത്. ഈ കാണുന്ന പാറയുടെ മുകളിലാണ് ഗുണ കേവ് എന്നറിയപ്പെടുന്ന ഡെവിൾസ് കിച്ചൺ. ഗുണ കേവ് എത്രത്തോളം അപകടകരമായ സ്ഥലമാണെന്ന് ഈ കാഴ്ചയിൽ നമുക്ക് ബോധ്യപ്പെടും. സിനിമയുടെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ അനവധിയുണ്ട്. ഗുണ കേവ് അതിൽ അല്പം വേറിട്ട് നിൽക്കുന്നു. സിനിമയുടെ പേരിൽ ഒരുപക്ഷെ സിനിമയേക്കാൾ ഹിറ്റായിട്ടുള്ള സ്ഥലം. ആ സ്ഥലം കാണാൻ പോയ ഒരു പറ്റം ചെറുപ്പക്കാർ. അതിൽ ഒരാൾ അവിടെ അപകടത്തിൽപ്പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ആ സംഭവം സിനിമയാക്കിയപ്പോൾ അതിനേക്കാൾ സൂപ്പർ ഹിറ്റ്. അങ്ങനെ 33 വർഷങ്ങൾക്ക് ശേഷം ഗുണ കേവിലേക്ക് വീണ്ടും സഞ്ചാരികൾ ഒഴുകാൻ തുടങ്ങി. സഞ്ചാരികൾ ഒട്ടേറെ കൗതുകത്തോടെയും സ്വല്പം ഭയത്തോടെയും കാണുന്ന ഇടമാണ് ഗുണ കേവ്. ഗുണ കേവിൽ പ്രത്യേകിച്ച് കാഴ്ചകൾ ഒന്നും തന്നെ ഇല്ല. എങ്കിലും സഞ്ചാരികൾക്ക് എന്നും പ്രിയപ്പെട്ട ഇടമാണ് ഗുണ കേവ്. ഗുണ കേവ് എന്ന പേരിനേക്കാൾ ഈ സ്ഥലത്തിന് യോജിച്ചത് മഞ്ഞുമ്മൽ കേവ് എന്ന. പില്ലർ റോക്ക് കാണാതെ ഗുണ കേവിന്റെ കാഴ്ച ഒരിക്കലും പൂർണ്ണമാകില്ല. വായിച്ചു തീർക്കാനാവാത്ത ഒരു പുസ്തകം പോലെ നിഗൂഢ രഹസ്യമായി ഗുണ കേവ് എന്നും സഞ്ചാരികളുടെ മനസ്സിൽ ഉണ്ടാവും.